കലാമണ്ഡലം ഗോപിയാശാൻ അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ഒന്നേ പറയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതെനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞങ്ങൾ മാനസികമായിട്ടുള്ള ബന്ധമാണ്. അതായത് ഞങ്ങൾ അങ്ങേയറ്റം സുഹൃത്തുക്കളുമാണ്, ഏട്ടാനുജന്മാരുമാണ്. അതായത് ഞാൻ ഏട്ടനായിട്ട് അദ്ദേഹം എന്നെ എപ്പോഴും ഏട്ടാന്നേ വിളിക്കൂ, ഞാൻ അങ്ങോട്ടും അതെ. അത്രയ്ക്കും സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും വലിയ സ്നേഹബന്ധം പറയാനില്ല. വീട്ടിൽ വന്നപ്പോഴും അതെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. തീർച്ചയായിട്ടും കലാമണ്ഡലം ഗോപിയാശാനെ പോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ഒപ്പം അവരൊരുമിച്ചുള്ള ആ ഒരു ചിത്രം എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുക്കുകയാണ്. അവസാന നാളുകളിൽ എത്തുമ്പോൾ ഇരുവരും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരവസരത്തെ ഓർത്തെടുത്ത് പ്രതികരിക്കുകയാണ് കലാമണ്ഡലം ഗോപിയാശാൻ. അല്ല, പാട്ടുകൾ അങ്ങനെയല്ല. ഞങ്ങൾ കൂടിക്കാഴ്ചകൾ പാട്ടും വേഷമായിട്ടുള്ള ബന്ധമല്ല. അദ്ദേഹം കളി കാണാൻ വല്ലപ്പോഴും വരും. അദ്ദേഹം സമയം കിട്ടാറില്ലല്ലോ. പിന്നെ വേറൊരു അദ്ദേഹത്തിൻ്റെ ഒക്കെ താമസവും ചെന്നൈയിലൊക്കെ ആവും കൂടുതലും ഉണ്ടാവുക. അങ്ങനെ കൂടിക്കാഴ്ചയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലും കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറവൂരെപ്പോഴും പോകും, അതായത് ചെന്നൈയിലേ ചേന്നമംഗലേ. അപ്പോൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെ എത്തും. ഈ എന്തെന്നില്ലാത്ത എന്നെ അതേ കോട്ടയ്ക്ക് ശിവരാമനെ, ഈ രണ്ട് പേര് അങ്ങേയറ്റം ജീവനാണ് അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് അങ്ങോട്ടും അതെ. ഞാനിപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെയും അതായത് ഗോപിയേട്ടൻ്റെയും ശിവരാമേട്ടൻ്റെയും കൂടിയിട്ടുള്ള ഒരു കുചേലവൃത്തത്തിൽ കൃഷ്ണനും രുക്മിണിയായിട്ടുള്ള ഒന്ന് കിട്ടണം, എങ്ങനെയായാലും ഒരു ഫോട്ടോ തരണം എന്ന് പറഞ്ഞു. അതിൽ അത്രത്തോളം മോഹമായിട്ട് എന്നിട്ട് അത് കൊടുക്കാൻ സാധിച്ചു. ഏതായാലും കലാമണ്ഡലം ഗോപിയാശാനാണ് ഇപ്പോൾ പി ജയചന്ദ്രനെ അനുസ്മരിച്ചത്.